മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ജെറുസലേമിലേക്കുള്ള പ്രവേശനത്തോടുകൂടെ, രാജകീയമായ പ്രവേശനത്തോടുകൂടെ തന്നെ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. ഏവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് ഒരു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും ഒപ്പമാണ്. അവൻ കടന്നു വരുമ്പോൾ വഴിയരികിലിരുന്നവരെല്ലാം അവരുടെ വസ്ത്രങ്ങൾ വിരിച്ചും സൈത്തിൻ കൊമ്പ് വീശിയും ഹോസാന പാടി അവനെ എതിരേറ്റു. ജെറുസലേമിലേക്കുള്ള യാത്ര കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഒരു വലിയ ആഹ്വാനത്തിലും പ്രാർത്ഥനയിലും മുഖരിതമായിരുന്നു. ഹോസാന ഹോസാന. ഈശോയെ നോക്കി വിളിച്ചു പറഞ്ഞ ഈ വാക്കുകൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന അർത്ഥവത്താകുന്നത്, പൂർണ്ണമാകുന്നത് കുരിശിലാണ്. കുരിശിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഈശോ അവിടുന്ന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് ഈശോ കുരിശിലേക്കുള്ള യാത്രയിൽ ഈ രക്ഷിക്കണമേ എന്ന് പാടിയവരാരും തന്നെയും കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. വഴിയരികിൽ നിന്ന് കൈവീശി കാണിച്ചവരും എതിരേറ്റവരുമൊക്കെ അവനെ കൈവിട്ടു പോകുന്നതാണ് പിന്നീട് നമുക്ക് കാണുന്നത്. ഈ ആത്മീയമായ ഈ ലോകത്ത്, ആത്മീയമായ കാര്യങ്ങളിൽ നമ്മൾ നടത്തുന്ന ആഘോഷങ്ങളും ആർപ്പുവിളികളും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും നമ്മളെ യഥാർത്ഥത്തിൽ രക്ഷയിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഓളം വെപ്പുകളും ആഘോഷത്തിമിർപ്പുകളുമെല്ലാം ഈ ഒരു പ്രവേശനത്തിൽ സംഭവിച്ച വലിയ സന്തോഷത്തിൽ മാത്രമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തിലേക്ക്, ഈശോയിലേക്ക് വളരാനായിട്ട് സാധിക്കുന്നില്ലാതെ പോകുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ പ്രതിസന്ധി ഇന്നും നമ്മുടെ ഇടയിലും നമ്മളിലും നിലനിൽക്കുന്നുണ്ട്. ഏതൊരു പ്രാർത്ഥനകളും ഏതൊരു ആഘോഷങ്ങളും ക്രിസ്തീയമായിട്ട് നമ്മൾ നടത്തുമ്പോഴും അതിൻ്റെ അവസാനം ഈശോയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ തികച്ചും ഉപരിവിപ്ലവമായിട്ടുള്ള ആഘോഷം മാത്രമായിട്ട് അത് നിലനിൽക്കുകയാണ്. ഈ ഓശാന തിരുനാളിൽ നമ്മൾ ഈശോയ്ക്ക് ഓശാന പാടുമ്പോൾ, കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിലേക്ക് നമ്മൾ നടന്നെടുക്കേണ്ടതുണ്ട്, കുരിശിൻ്റെ വഴിയെ നമ്മളും പോകേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. രണ്ടാമതായിട്ട് തിരുവചനത്തിൽ ഈശോയുടെ ശിഷ്യന്മാർ ഈ കഴുതയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോകുന്ന സമയത്ത് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു വിടുന്നുണ്ട്, ആരെങ്കിലും നിങ്ങൾ ഇതിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടിയായിട്ട് ഇങ്ങനെ പറയണം. എന്താ പറയേണ്ടത്? കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിന് ആവശ്യമില്ലാത്തതൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ്. ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് ഞാനും ഒരു ആവശ്യമാണ്, എന്നിലൂടെയും ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മളിലൂടെ ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന നിരവധിയായ നന്മകൾ അത് കർത്താവ് എന്നിലൂടെയാണ് പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും നിരാശനാകരുത് എന്നുള്ളതും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴുത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുതിരയെപ്പോലെ കുതിച്ചു ചാടിപ്പോകുന്നതോ അഴകുള്ളതോ എല്ലാവരാലും സ്വീകാര്യമായിട്ടുള്ള ഒരു മൃഗമല്ല. എന്നിരുന്നാൽ തന്നെയും കർത്താവ് അതിനെ സ്വന്തമാക്കുന്നതും കർത്താവ് ആ ഒരു മൃഗത്തിൻ്റെ പുറത്ത് എതിരേൽക്കുവാൻ കടന്നു വരുന്നതും സമാധാനത്തിൻ്റെ രാജാവിൻ്റെ ഒരു പ്രതീകമെന്നത് മാത്രമല്ല, ഈശോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും ഒക്കെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നിറമില്ലാത്തതും ഉന്തിയ പല്ലും നിറത്തിൻ്റെ പേരിലുള്ള അപമാനങ്ങളും അല്ലെങ്കിൽ മുഖരൂപങ്ങളുടേതായിട്ടുള്ള വശ്യതയില്ലാത്തതിൻ്റെ വിഷമങ്ങളും എല്ലാം ഇന്ന് സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒത്തിരി ആളുകൾ അത്തരത്തിലുള്ള വൈരൂപ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ വിഷമിക്കപ്പെടുന്നുണ്ട്. തിരിച്ചറിയേണ്ടതുണ്ട്, നിങ്ങൾക്ക് കർത്താവിന് ആവശ്യമുണ്ട്. രൂപരഹിതമായിട്ടുള്ള ഏത് മനുഷ്യൻ്റെയും ജീവിതത്തെ തമ്പുരാൻ്റെ മുമ്പിൽ അതിന് വലിയ രൂപമുണ്ടെന്നും വലിയ വിലയുണ്ടെന്നുള്ളതും ഓർമ്മപ്പെടുത്തലാണ് ഈ കഴുതക്കുട്ടിയെ കർത്താവ് തിരഞ്ഞെടുക്കാനായിട്ട് കാരണമായത്. കുതിരപ്പുറത്ത് ഒരു ജേതാവിനെ പോലെ വിജയശ്രീലാളിതനായിട്ട് കടന്നു വരുന്നതിന് പകരം കർത്താവ് കടന്നു വന്നത് എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന ഒരു മൃഗത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ട് ആരെയും തിരസ്കരിക്കാതെ കർത്താവിൻ്റെ ഹൃദയത്തിൽ അവനൊക്കെ സ്ഥാനമുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഒപ്പം തിരിച്ചറിയാൻ സാധിക്കട്ടെ. ആൾക്കൂട്ടത്തിനോടൊപ്പം നിന്ന് ജയ് വിളിക്കുവാനും കരഘോഷം മുഴക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്നാൽ അവൻ്റെ പിന്നാലെ പോകണമെങ്കിൽ, രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും അവൻ്റെ പിന്നാലെ പോകണമെങ്കിൽ കുരിശെടുക്കാതെ സാധ്യമല്ല. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ പരിത്യജിച്ച്
തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് ഈശോ ആഹ്വാനം ചെയ്തത്. ഈ ഓശാന ദിനത്തിൽ കർത്താവിനെ എതിരേറ്റ ജെറുസലേം നിവാസികളോടൊപ്പം തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, വിശുദ്ധമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വലിയ ആഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നല്ല ദിവസങ്ങളായിട്ട് ഈ ആഴ്ചകൾ മാറട്ടെ. ദൈവാനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.